പിന്നെ പറയുമെങ്കിൽ മന്ത്രമല്ല, നിങ്ങൾ മന്ത്രിക്കൂല, നിങ്ങൾ മന്ത്രല്ലേ. ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? ഉൽവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് നാസ് ഇതൊക്കെ ഓതിയിട്ട് കൈകളിൽ ഊതിയിട്ട് ആ കൈ കൊണ്ട് തലേന്ന് മുതങ്ങട്ട് ശരീരത്തിലേക്ക് തടവാൻ പറ്റുന്നിടത്തൊക്കെ തടവണം. രോഗം ബാധിച്ചോ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വദത്തൈനും ഒക്കെ ഓതാൻ പറഞ്ഞില്ലേ? ഒരു രോഗിയെ സന്ദർശിക്കുകയാണ്, കൈവെക്കാൻ പറ്റുന്ന രോഗിയാണെങ്കിൽ കൈ വെച്ചിട്ട് നമ്മൾ അല്ലാഹുമ്മ റബ്ബൻ നാസ് തുടങ്ങുന്ന ദുആ മുഴുവൻ പറയിരിക്കും. നേരല്ല, ആ ദുആ പറയുന്നില്ലേ? രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? പിന്നെന്ത് മന്ത്ര? ഗർഭിണിയായി കഴിഞ്ഞാൽ 8-ാം മാസം ആയാലും തേങ്ങ അങ്ങനെ അതിങ്ങനെ ഗർഭിണിയുടെ തലയിൽ ഇങ്ങനെ വട്ടം കറക്കിയിട്ട് അതുകൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ നേർച്ചാക്കി ഔലിയാക്കന്മാർക്ക് വേണ്ടി കൊടുക്കുക, അതാ മന്ത്രം? അത് ഞങ്ങൾ ചെയ്യണോ? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കോഴിക്കുട്ടിയുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് അതിനെ ഓടത്തിലാക്കിയിട്ട് അതൊരു ചെറിയ കൊച്ചു തോഴിയുടെ രൂപത്തിലുണ്ടാക്കിയിട്ട് പൊയിലേക്ക് തള്ളണോ? ഞങ്ങളെന്താ ചെയ്യണ്ടേ? നിങ്ങളെ ഈ മന്ത്രം, വാദം പിടിച്ച മന്ത്രം, ദുർമന്ത്രം, ഹോമം, ഉർക്ക്, നറുക്ക്, ഇതൊന്നും ഞങ്ങൾക്കില്ല. അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ച എല്ലാ മന്ത്രങ്ങളും ദിക്റുകളും ദുആകളും കൊണ്ട് തന്നെ ഞങ്ങൾ നടക്കണം.